പാഷൻ ഫ്രൂട്ട് നല്ല വയലറ്റ് കളർ കണ്ടോ. അപ്പം ഇതൊക്കെ പഴുത്തു, അതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ഉണ്ട്, അത് മഞ്ഞ കളറായിരിക്കും, അതിന് അല്പം പുളി കൂടുതലാണ്. അപ്പം നമ്മൾ കൃഷി ചെയ്യുന്നത് പരമാവധി ഈ പാഷൻ ഫ്രൂട്ട് നട്ടു വളർത്താം. ഇത് നട്ടു വളർത്താനായിട്ട് വളരെ ഈസിയാണ്. ആകെ ഒരു 70 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് കൃഷി ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടാണ്. അപ്പം ഞാനൊരു ജൈവ കൃഷിക്കാരനായതുകൊണ്ട് പുല്ലും മേടൊന്നും കളയില്ല. അതിലൊക്കെ ഓന്ത്, പഴുതാര, തേള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലമാണ് നമ്മൾ കൃഷിക്ക് എടുക്കുകയുള്ളൂ. അപ്പം നമ്മുടെ കാട്ടിലെ മൃഗങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ പുലി, സിംഹമൊക്കെ. ആവശ്യമുള്ള ഒരു മാനിനെ മാത്രം കൊന്ന് അവർ ആഴ്ചകളോളം തിന്നും. അപ്പോൾ ഇതും വേണ്ട, ഇത് ആദ്യമായിട്ട് ഇന്ന് നനയ്ക്കുന്നതാണ്. ഇന്ന് 2025 ജനുവരി 3. അപ്പം ജനുവരി 3-ാം തീയതി അപ്പോൾ അല്പം വെയിലൊക്കെ തുടങ്ങി. അപ്പം ഞാൻ ഓരോ വശത്തുനിന്ന് കുറേശ്ശെ വെള്ളം കൊടുത്തു കൊടുക്കണം. അപ്പം നമ്മളിത് ഒരാഴ്ചയ്ക്ക് ഇത് ഇങ്ങനെ നനയ്ക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പ്രിങ്ക്ലർ വെച്ച് കൊടുക്കണം. ഇത് നനയ്ക്കാൻ നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യാം. അപ്പം ഈ ചെടിക്ക് നനച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു 5-8 കട ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതിന് വെള്ളം നനച്ചു കൊടുക്കലാണ് എൻ്റെ ഇന്നത്തെ പണി. അപ്പോൾ പോന്നപ്പോൾ ഒരു 5-6 പാഷൻ ഫ്രൂട്ടൊക്കെ ഞാൻ പൊട്ടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് വെള്ളം ദാഹിക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് കുടിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ പിന്നെ സബിത അങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണം. അതൊക്കെ ഒരു പണിയാണ്. അതിൽ നല്ല സാധനങ്ങൾ, അടിപൊളി സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് നമ്മൾ കാണുമ്പോൾ ഇത് വീട്ടിലുള്ളവന് ഇതിൻ്റെ വില അറിയില്ല. അതിനാണ് പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. കേട്ടിട്ടുണ്ടാവല്ല. അപ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് നമുക്കാണ് മണമില്ലാത്തത്. നാട്ടുകാർ മേടിച്ചാണെങ്കിൽ അവർക്ക് തലയിൽ ചൂടും, അല്ലെങ്കിൽ മാല ചാത്താനൊക്കെ എടുക്കും. കണ്ടല്ലേ. അപ്പോൾ ഇത് മുറിച്ച് കാണിച്ചു തരാം ഞാൻ. കണ്ടോ, അടിപൊളി. ഉള്ളുവശം മഞ്ഞ കളറ്, കുരുവൊക്കെ കറുത്ത കളറായിരിക്കും. കറുപ്പല്ല, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ബ്ലാക്ക്. കണ്ടില്ലേ. ഇതപ്പോൾ കുരും എല്ലാവരും അടക്കം നമുക്ക് ഭക്ഷിക്കാം. അടിപൊളി രുചിയാണ്. ഇതിൻ്റെ സ്വാദ് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. നല്ല മധുരം ഉണ്ടാവും, പുളി ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ സൂപ്പർ സാധനമാണ്. ഇതൊക്കെ പ്രഷർ, ഷുഗർ, ഇതിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ ഇതിൻ്റെ വില അറിയില്ല. നമ്മളിപ്പോൾ നെല്ലിയാമ്പതിലൊക്കെ ഇഷ്ടംപോലെ പാഷൻ ഫ്രൂട്ട് തോട്ടങ്ങളാണ്. അതായത് ഗവൺമെൻറ് വക. അവിടെ നിന്ന് സ്ക്വാഷ് കൊണ്ടിട്ട് കടകളിൽ വിൽക്കുന്നത് 250 രൂപയ്ക്കാണ്. 1 ലിറ്ററിന് 250 രൂപ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ വില. അതിൽ പകുതി പഞ്ചസാരയായിരിക്കും, പകുതി ഇതായിരിക്കും. അപ്പോൾ നമുക്കിത് ജ്യൂസ് അടിച്ച് കുടിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ 2 എടുത്താണ്ട് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ആവശ്യത്തിന് എവിടെ പോയിട്ട് വരുമ്പോഴും വെള്ളം താക്കുമ്പോൾ ഇത് കൊണ്ടുപോകാം. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാർ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പാഷൻ ഫ്രൂട്ടല്ല, അവിടത്തേന് കിലോയ്ക്ക് 150 രൂപക്കാളും കൂടുതൽ വിലയുണ്ട്. അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ട് നനയ്ക്കാനാരനെ ഈ വർഷത്തെ ആദ്യത്തെ നനയാണ്. അതുകൊണ്ട് അത് ചെടിയൊക്കെ ഒന്ന് വെള്ളം അടിച്ചു കൊടുത്തു. പിന്നെ വല്ല ഉറുമ്പ്, പുളിയുറുമ്പൊക്കെ ഉണ്ട്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കൃഷി ചെയ്യാൻ തന്നെ വളരെ എളുപ്പമുള്ള പണിയാണ്. ഇതൊരു വള്ളിച്ചെടിയാണ്. ഒരു 3 അടി ചതുരത്തിലൊരു കുഴിയൂത്ത. താഴ്ച 1 അടി അല്ലെങ്കിൽ 1.5 അടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള താഴ്ചയിലെടുത്തോ. 1 അടി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ പുല്ല്, കാട്, ഇത് അല്ലെങ്കിൽ ചവറ്, ഇതൊക്കെ കണ്ടിട്ട് നിറയ്ക്കുക. അതിന് ശേഷം 50 രൂപ കൊടുത്തിട്ട് ഒരു കൊട്ട ചാണകം ഇത് ഇടുക. എന്നിട്ട് മണ്ണിട്ട് മൂടുക. അതിൻ്റെ മുകളിൽ മഴയ്ക്ക് മുമ്പ് ഒരു തൈ നട്ടാലേ പിന്നെ മഴ ഒരു മാസത്തേക്കാണ് നമ്മൾ നനച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ 1 കുപ്പി വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരും. പിന്നെ ഇതിന് മഴക്കാലത്തും വെള്ളം വേണ്ട, വർഷക്കാലത്ത് തീരെ വെള്ളം വേണ്ട. അല്ല, വേനൽക്കാലത്ത് വെള്ളമൊന്നും വേണ്ട. ഇത് ഉണങ്ങി പോകാത്ത ചെടിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത കാരണം വെള്ളം കൊടുക്കണം. അപ്പോൾ കൂടുതൽ ഫലങ്ങളുണ്ടായി കിട്ടും.
അപ്പോൾ ഇത് മഴയ്ക്ക് മുമ്പ് ഡിസയറും അന്യം കൂടിയിട്ട് മകനും മകളും കൂടിയിട്ട് പോയിട്ട് മേടിച്ചോണ്ടാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത് പൂക്കും, ഇഷ്ടം പോലെ കായട്ടും. അപ്പോൾ ഇതിന് ചിലവ് എത്രയാ? കുഴി കുത്താൻ ഒരു 15 മിനിറ്റ്, ഇതിൻ്റെ തൈക്ക് 15 രൂപ അല്ലെങ്കിൽ 20 രൂപ. ഇനി നിങ്ങളുടെ വീടുകളുടെ അടുത്ത് വല്ല കൃഷിക്കാരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുണ്ടായിരിക്കും, അതിനൊന്നും പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് പറിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഒരു 50 രൂപ വരെ ചാണകം മേടിച്ചിടാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലുള്ള വല്ല ഇത് കത്തിച്ചിട്ട് അത് ചാരട്ട് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിന് 10 പൈസ മുതൽ മുടക്കൊന്നുമില്ല. അപ്പോൾ ഒരു 70 രൂപയ്ക്ക് നമുക്ക് ഈ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞെങ്കിൽ ഒരു 10 കിലോ എങ്കിലും ഇതിൻ്റെ ഫ്രൂട്ട്സ് കിട്ടും. 10 കിലോയ്ക്ക് 1000 രൂപയാണ്. അപ്പോൾ 70 രൂപ മുടക്കുകയാണെങ്കിൽ 1000 രൂപ കിട്ടാന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മളുടെ മൂന്നാർ അല്ലെങ്കിൽ മറ്റുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ, തമിഴ്നാട്ടിലൊക്കെ കൊടൈക്കനാലിലൊക്കെ പോയിട്ടുണ്ടെങ്കിലേ ഈ ടൈപ്പല്ല, അത് മറ്റൊരു സാധനമാണ്. അതിൻ്റെ കളർ എന്ന് വെച്ചാൽ ഓടപ്പഴം കണ്ടവരുണ്ടാവില്ല എന്ന്. അപ്പോൾ ഒരു നമ്മളുടെ ഓറഞ്ചില്ലേ അതേ കളറ്. അപ്പം ഞാൻ പണിയൊക്കെ നിർത്തി വന്നു, കുറച്ച് പാഷൻ ഫ്രൂട്ട് പൊട്ടിക്കണം. അപ്പോൾ ഈ വലത്തോട്ടിൽ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ താഴെ വീഴും. പക്ഷെ നമ്മൾ കുറച്ച് വീണതൊക്കെ കൊണ്ടായി തീറ്റ കഴിഞ്ഞു, ഭക്ഷിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കുറച്ച് പൊട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ പൊട്ടിച്ചില്ലെങ്കിലും തനിയെ ഇങ്ങോട്ട് താഴെ വീഴും. അപ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. കണ്ടോ? അപ്പോൾ ഇത്രയ്ക്കും. പിന്നെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്തൽ പോലെ നമുക്ക് നല്ല തണലും കിട്ടും, തണുപ്പും കിട്ടും, അതുപോലെ തന്നെ ഭക്ഷണവും കിട്ടും. കണ്ടോ? അപ്പോൾ കാണുന്നവരെ കണ്ടിട്ട് ഇങ്ങനെ അവരുടെ വീടിൻ്റെ മുന്നിൽ ഇത് ബൾബ് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. അപ്പം നമ്മൾ വീടിൻ്റെ മുൻവശത്തൊന്നും തണൽ മരം ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണൽ കിട്ടും, നല്ല തണുപ്പ് കിട്ടും, കാണാൻ അതിസുന്ദരമായിരിക്കും. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ കൃഷി ചെയ്ത് കൊടുക്കുക. ഞാൻ വലിയ കൃഷിക്കാരനല്ല, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് കൃഷി ചെയ്യാൻ 10 പൈസ പോലും ചിലവില്ലാത്തൊരു സാധനമാണ്. മുറ്റത്തൊരു പന്തൽ, ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട്, വേനൽക്കാലത്ത് തണലും തണുപ്പും ഭക്ഷണവും വെള്ളവും. ഇനി മറ്റെന്താ നമുക്ക് ആവശ്യമുള്ളത്? കണ്ടില്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. അപ്പം നിങ്ങളൊക്കെ കൊതിച്ച് മാത്രം ഇരിക്കാണ്ട് ഇത് തൈക്കൾ നമ്മളുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ തൈ മുളച്ചു വരും. അപ്പോൾ ഉണ്ടോ ഇതുപോലെ ബോഡിമേഡ് പോയേക്കാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഓരോ വീടുകളുടെ മുന്നിലൊക്കെ പാഷൻ ഫ്രൂട്ട് കാണാം. അതിനൊക്കെ കിലോയ്ക്ക് 150 രൂപയാണ് വില, 150 രൂപ. ഞങ്ങൾ വാങ്ങണ വിലയാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ നോക്കി അങ്ങോട്ട് കണ്ട ആ ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ എല്ലാവർക്കും ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം നമുക്ക്.